പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന വൈശാഖ മഹോത്സവത്തിനൊരുങ്ങി കൊട്ടിയൂർ. ഭക്തർക്കായി മന്ദംചേരിയിൽ കൊട്ടിയൂർ ദേവസ്വം 2.5 കോടി രൂപ ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ച നടപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. മാമലകൾ നാലമ്പലം തീർക്കുന്ന കൊട്ടിയൂർ പുണ്യഭൂമിയിൽ വൈശാഖ മഹോത്സവത്തിന് എത്തുക എന്നത് മഹാഭാഗ്യമായാണ് ഓരോ ഭക്തനും കാണുന്നത്. ഇവിടെ പെരുമാളിന്റെ ദർശന പുണ്യത്തിനായി ഓരോ വർഷവും എത്തുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ്. കൊട്ടിയൂർ ഉത്സവത്തിന് മുൻവർഷങ്ങളിലുണ്ടായ ഭക്തജന തിരക്ക് പരിഗണിച്ച് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മന്ദംചേരി നടപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ മുരളീധരൻ. എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2 വകുപ്പുകളിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ആരോഗ്യ വകുപ്പിൽ തന്നെ ചുറ്റിത്തിരിയായിരുന്നു. ഇന്നാണ് ആദ്യമായി ദേവസ്വം ബോർഡിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതും ഇത്രയും പുരാതനമായ ക്ഷേത്രത്തിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ്, അതായത് പാലത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഈ പാലത്തിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങളെപ്പോലെ മനസ്സിലായിട്ട ഒരാളാണ് ഞാൻ. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ദർശനത്തിന് വന്നപ്പോൾ ഏതാണ്ട് ക്ഷേത്രത്തിൻ്റെ ഉത്സവം സമാപിക്കുന്നതിന് 2 ദിവസം മാത്രം ബാക്കിയുള്ളത്. നല്ല പെരുമഴ, ഇന്നത്തെ കാലാവസ്ഥയുടെ നേരെ പ്രതികൂലമായുള്ള കാലാവസ്ഥ. ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള പാലത്തിൻ്റെ വഴിയിൽ കൂടെ ഏതാണ്ട് നീന്തിയിട്ടാണ് ഞാൻ അക്കരെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ന് സത്യത്തിൽ ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് 28-ാം തീയതി മുതൽ അടുത്ത മാസം 24-ാം തീയതി വരെ നടക്കുന്ന കൊട്ടിയൂർ ഉത്സവത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു ആണ് ഇന്ന് ഈ അവലോകന യോഗം വെച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ ഉദ്ഘാടനങ്ങളൊക്കെ വന്നത്. ശരിക്കും ഇതിൻ്റെ ലക്ഷ്യം ഇനിയുള്ള യോഗം. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യ പരിഗണന നൽകി കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയ ദേവസ്വം മന്ത്രിയെ മന്ത്രി സണ്ണി ജോസഫ് സ്വീകരിച്ചു. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരുടെയും സഹകരണം ദേവസ്വം മന്ത്രി അഭ്യർത്ഥിച്ചു. അതേസമയം അക്കരെ നടപ്പന്തൽ ഉദ്ഘാടനവും നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു മാസ്റ്ററാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 11.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊട്ടിയൂരിൽ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ പുരോഗമിക്കുന്നത്. അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കായാണ് പഴയ അപകടാവസ്ഥയിലായ ഇടുങ്ങിയ നടപ്പാലത്തിനു പകരം പുതിയ നടപ്പാലം നിർമ്മിച്ചത്. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ ടി നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ ഗോകുൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശ്രീധരൻ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കണ്ണന്താനം, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ, മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർമാരായ NK ബൈജു, PS സുരേഷ് കുമാർ, തഹസിൽദാർ രാജേഷ് ഖന്ന, വിവിധ രാഷ്ട്രീയ കക്ഷി സാമുദായിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.